സുഹൃത്തുക്കളെ ഉറങ്ങാൻ പോയതാണ്. അപ്പോൾ ഈ ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. ഒരു പ്രാന്തി സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം. അപ്പം ഞാനൊരു വീഡിയോ ഉണ്ട്, അപ്പോൾ അതൊന്ന് നിങ്ങളെ കൂടി കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് പേര് അയച്ചു തന്നതാണ്. അപ്പം ഞാനിപ്പോൾ 11 മണിയാവാൻ പോകുന്നു. അപ്പം ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ച് വെറുതെ ഫോൺ എടുത്ത് നോക്കിയതാണ്. അപ്പം ഇങ്ങനെ വീഡിയോ കണ്ടു. ജസ്റ്റ് നിങ്ങളെ കൂടി ഒന്ന് ഇതിനൊക്കെ നമ്മൾ അപ്പാപ്പ റിയാക്ഷൻ ചെയ്യണം. നോക്ക്. ഗുണ്ടിയാണ് ഗുണ്ടി. യെസ് ഒരു പെണ്ണാണ്. ഇത് ആദ്യം ഞാൻ സേവ് ആക്കി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഇവൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. വെറും പെണ്ണ്. അയ്യപ്പന്റെ വേഷം ഇട്ടിട്ട് തോന്നിവാസം പറയാ. തോന്നിട്ട കമന്റ് മുത്തപ്പന്റെ അണ്ടിമ തൂങ്ങണ്ടാന്ന്. ഓ സാമി, അതുപോലെ സാമിക്ക് അഞ്ചാതി കമന്റുകൾ ഇട്ടാ. ഒന്നും സംഭവിക്കില്ല. ഇവളുടെ ഈ പട്ടിഷോ ഇത്രേ ഉള്ളൂ. അവിടെ പോയിട്ട് 2 വർത്താനം പറഞ്ഞിട്ട് വന്നു. അല്ലാണ്ട് എന്ത് ഈ കമൻറ്റ് ബോക്സ് എന്ന് പറയണത്, കമൻറ്റ് ഇടുക എന്നുള്ളതാണ് ഇവൾക്ക് മെയിൻ വിഷയം വരുന്നത്. അപ്പോൾ ഇവൾക്ക് കമൻറ്റ് വേണ്ടെങ്കിൽ കമൻറ്റ് ഓഫാക്കി വയ്ക്കുക. പിന്നെ കമൻറ്റ് ഈ വീഡിയോ കാണുന്നവരുടെ മനോധർമ്മമാണ്. ആ വീഡിയോയിൽ എന്താണോ ഇവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവർ ഇപ്പം പറഞ്ഞ കാര്യമല്ല പിന്നെ പറയുന്നത്, ഇപ്പം ചെയ്ത കാര്യമല്ല പിന്നെ ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്ത്രീയുടെ വീഡിയോയ്ക്ക് ആളുകൾ പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്, പല രീതിയിൽ കമൻ്റ് ഇടുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനത്തെ കമൻറ്റുകൾ നമ്മൾ എല്ലാം നല്ലത് വന്നം, എല്ലാം പോസിറ്റീവ് ആവണം, നെഗറ്റീവ് പാടില്ല എന്ന് ചിന്തിക്കാൻ നമ്മൾക്ക് എന്താ പറയുക, വീഡിയോ ചെയ്യുന്നവരാണല്ലോ വീഡിയോ ചെയ്യുന്നവർക്കാണല്ലോ കമൻറ്റ് വരുന്നത്. അപ്പം ഈ വീഡിയോ ചെയ്യുന്നവർക്ക് എല്ലാം പോസിറ്റീവ് കമൻ്റ് ആവണം എന്ന് ശടിക്കാൻ പറ്റില്ല. നെഗറ്റീവ് ഉണ്ടാവും. നമുക്കൊക്കെ ഒരുപാട് നെഗറ്റീവുകൾ വരുന്നുണ്ട്. നമ്മളൊന്നും കമൻറ്റിൻ്റെ പുറകെ പോകുന്നവരല്ല. കമൻറ്റ് പോസിറ്റീവും നെഗറ്റീവും നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മൾ വയലൻ്റായിട്ട് ജനങ്ങളുടെ മെക്കിട്ടേറാൻ പോയിട്ട് കാര്യമില്ല. അങ്ങനെ
ഒരിക്കൽ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ട് ഒരു ആക്രമണത്തിന് ഇരയായ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാൻ കേസ് കൊടുത്തു കേട്ടോ. എന്നെ അമ്പലനടയിൽ ഇട്ടിട്ട് ഇവളും ഇവളുടെ കൂടെയുള്ള അവനും കൂടി ആക്രമിച്ചതിന് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ ഇപ്പം ആ കേസ് നടക്കുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ പബ്ലിക്കായിട്ട് നമ്മൾ കാണുന്ന കമൻ്റ് ഇട്ടു എന്നുള്ളതിൻ്റെ ഒത്തിരി ആൾക്കാർക്കിടെ ഫോട്ടോ വെച്ചിട്ട് വീഡിയോ ഇവള് തന്നെ ചെയ്തിറക്കണ കണ്ടിട്ടുണ്ട്. അപ്പം ഇവർക്കൊക്കെ ഇങ്ങനെ ചോദിക്കാൻ പോയി വയലൻ്റായി ജനങ്ങളുടെ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കിൽ ഇടുമ്പോൾ ഇവർക്കൊക്കെ കമൻറ്റ് വേണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫാക്കി വയ്ക്കുക. അതാണ് എനിക്ക് പറയാനുള്ള ഒരു മെയിൻ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വീഡിയോ കാണുമ്പോൾ ഒരു സ്ത്രീ ആണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരുടെ പലതരത്തിലുള്ള വീഡിയോകൾ വരുന്നുണ്ട്. ഒരു മാസം മുമ്പ് പറയുന്നു തട്ടമൂരിന്ന്, കുറച്ച് കഴിയുമ്പോൾ തട്ടം ഇടുന്നു, അത് കഴിഞ്ഞിട്ട് പലതരം അഭ്യാസങ്ങളെന്ന് പറയാം. ഒരു തരം അഭ്യാസമല്ല, പലതരം അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയുടെ ഈ ജനങ്ങളെന്ന് പറഞ്ഞാൽ കേരളക്കാരെ മൊത്തമല്ല, ലോകം ഒട്ടുക്കും ഈ ചാനലുകളും കാര്യങ്ങളും വീഡിയോസുകളും കാണുന്ന ആൾക്കാരാണ്. അപ്പം പലതരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. അപ്പോൾ പലതരത്തിലുള്ള കമൻറ്റുകൾ വരും, സ്വാഭാവികമാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടത്, ഈ കമൻറ്റ് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഇതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് ഇത്തരത്തിൽ പ്രതികരിക്കാൻ നിൽക്കുന്നവരുടെ മനോനില കൂടിയാണ് നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ. നമുക്കൊക്കെ നെഗറ്റീവ് കമൻറ്റ് വരുന്നില്ല എന്നാണോ ധാരണ? ഇഷ്ടം പോലെ വരുന്നുണ്ട്. FB ആയാലും യൂട്യൂബിലായാലും നെഗറ്റീവ് ധാരാളം ഉണ്ട്. നീ എനിക്കെന്താടാ അങ്ങനെ കമൻറ്റ് ഇട്ടത്, നീ എനിക്ക് അങ്ങനെ കമൻ്റ് ഇടാമോ, നീ എനിക്ക് ഇങ്ങനെയല്ലേ കമൻ്റ് ഇടാൻ പാടുള്ളൂ, ഇനി നീ ഇത്തരത്തിലുള്ള കമൻ്റ് ഇടാൻ പാടില്ല എന്ന് നമുക്ക് ജനങ്ങളോട് പറയാൻ പറ്റുമോ? നിങ്ങൾ പറ. ഈ കാണിക്കുന്നതിൽ എന്തെങ്കിലും ഇതുണ്ടോ, യുക്തിബോധമുണ്ടോ? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഞാൻ കൂടുതലൊന്നും പറയാത്തത് എന്താണെന്നറിയോ? എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ സ്ത്രീക്ക് തോന്നിയ പോലെയാണ് ഈ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ചെയ്യുന്നത്. ഒരിക്കൽ പറഞ്ഞ കാര്യമല്ല പിന്നെ പറഞ്ഞതല്ല ഇപ്പം പറയുന്നത്. ഇങ്ങനത്തെ മാറി കണ്ടന്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കുക. ഏതിലാണ് ക്ലിക്കാവുന്നതെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ല. കാരണം അവർക്ക് വേണ്ടത് വൈറലാണ്. അപ്പം ആ രീതിക്ക് ആ സ്ത്രീ പല പരീക്ഷണങ്ങൾ, അതും ഹിന്ദു ദൈവങ്ങളെയും മതങ്ങളെയും മുസ്ലിംസുകളെയും ഒക്കെ തെറി പറഞ്ഞുകൊണ്ടും വീഡിയോസ് ചെയ്തുകൊണ്ടും ഹിന്ദുക്കളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടും അവരുടെയൊക്കെ എന്താ പറയുക, ഈ ദൈവങ്ങളെ ഇതിലേക്കൊക്കെ വലിച്ചഴിച്ചുകൊണ്ടൊക്കെയാണ് ഈ സ്ത്രീ വീഡിയോ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളും പ്രതികരിക്കുന്നുണ്ട്, യഥാർത്ഥത്തിലുള്ള ഹിന്ദുക്കളും പ്രതികരിക്കുന്നുണ്ട്, യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങളും പ്രതികരിക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് നിന്നിട്ട് തമ്മിൽ തല്ലിച്ച് രണ്ട് മതവിഭാഗങ്ങളെയും തമ്മിൽ തല്ലിച്ച് ഇതാക്കാനുള്ള ജനങ്ങൾ മാത്രമാണ് ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അത് മുസ്ലിം ആയാലും ഹിന്ദുക്കളായാലും. ഒരുപാട് ഹിന്ദുക്കൾ, എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളോടൊക്കെ എന്താ പറയുക, പലതരത്തിലുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്തു വരും. ഒരുപാട് പേര് നമ്മളെയും കോണ്ടാക്ട് ചെയ്യും. പക്ഷെ നമ്മൾ എന്താ പറയുക, ഇത്തരത്തിൽ പ്രതികരിക്കുന്ന സ്ത്രീകളോട് ഒരു തരത്തിലും സഹകരിക്കാൻ നിവർത്തിയില്ല. കാരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മെൻ്റലാണെങ്കിൽ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ കമൻ്റ് ഇട്ടില്ലേടാ എന്ന് പറഞ്ഞിട്ട് ആക്രോശിച്ചുകൊണ്ട്, ഇതൊക്കെ ഒരു തരം തകർന്ന മനോനിലയായിട്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ നേർ വഴിയിൽ ചിന്തിക്കാനുള്ള മൂള ഇല്ലാഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. പിന്നെ എന്താ പറയുക, ഈ സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴും വൈറലായി നിൽക്കണം, എപ്പോഴും ടോപ്പിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ച് പലതരം അഭ്യാസങ്ങൾ നടത്തുന്ന സ്ത്രീകൾക്കൊക്കെ ഇതൊരു പാടാണ്. കാരണം പലതരത്തിൽ ഇതിനു മുമ്പ് നമ്മൾ കമൻറ്റുകൾ ഇട്ടതിൻ്റെ പേരിൽ ഒരുപാട് പേര് ഇത്തരം അഭ്യാസങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ സ്ത്രീകൾ നടത്തുന്നത് നമ്മൾ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരാളെയും മെക്കിട്ട് കയറാനോ കയ്യേറ്റം ചെയ്യാനോ ആക്രമിക്കാനോ റൈറ്റ്സ് ഇല്ല. കമൻറ്റ് ഇനിയിപ്പോൾ എത്ര വലിയ കമൻ്റ് ഇട്ടതായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഒരു 120 ഇട്ടു, ഒരു കമൻ്റ് ഇട്ടതിന്, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. നിങ്ങൾക്ക് കേസ് കൊടുക്കാം. കമൻ്റ് ഇടരുതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കമൻ്റ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓഫാക്കി വയ്ക്കുക. നിങ്ങൾക്ക് കമൻറ്റും വേണം, കമൻ്റ് ഇട്ടവരെ തെറിയും വിളിക്കണം, അവരുടെ ഫോട്ടോ എടുത്തിട്ട് പബ്ലിക്കിൽ ഇട്ടിട്ട് അവരെ നാറ്റിക്കുകയും വേണം. ഇത്തരത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജനങ്ങളാണ് നിങ്ങളോട് സഹകരിക്കുക? തലയ്ക്ക് എന്തെങ്കിലും വട്ടോ നൊസോ കാര്യങ്ങളോ ഉണ്ടോ? എനിക്കറിയാൻ വയ്യാണ്ട് ചോദിക്കുക. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് നിങ്ങൾ ആദ്യം കണ്ടു.
കണ്ടുപിടിക്കുക. ഇപ്പം ഈ കണ്ട വീഡിയോ എനിക്ക് അത്ര ഒരു സ്ത്രീ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് അതും ഒരു മലയ്ക്ക് മാലയിട്ട ആൾ കമൻ്റ് ഇട്ടു എന്നുള്ളത് ഒരു കുറ്റമാണോ? നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ അതൊന്നും ഒരു കുറ്റമായിട്ട് ഇവിടെ ആരും കണക്കാക്കുന്നില്ല. കമൻ്റ് ഇട്ടുക എന്നുള്ളത് കമൻ്റ് ഇടാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണോ കമൻറ്റ് ബോക്സ് വെച്ചേക്കണത്? ഞാൻ അതൊന്നും ചോദിക്കുന്നത് എന്തിനാണ് കമൻറ്റ് ബോക്സ്? എന്താണ് വീഡിയോ, ആ വീഡിയോയിൽ എന്താണോ ഉള്ളടക്കം അതിൻ്റെ അനുസരിച്ച് കമൻറ്റ് വരും. ജനങ്ങൾക്ക് കമൻറ്റ് ഇടാൻ പാടില്ലെങ്കിൽ യൂട്യൂബ് ആയാലും FB ആയാലും കമൻറ്റ് ബോക്സ് കൊടുക്കൂല. അതവിടെ കൊടുത്തിട്ടുള്ളത് കമൻറ്റ് ഇടാൻ തന്നെയാണ്. പിന്നെ വരുന്ന കമൻറ്റിനാണ് നിങ്ങൾക്ക് ഇത് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാം. പക്ഷെ നിങ്ങൾ ആക്രോശിക്കാൻ പോണത് ശരിയാണോ? അപ്പോൾ നിങ്ങളുടെ തിണ്ണമെടുക്കല്ലേ? ഈ പ്രധാനമന്ത്രിക്ക് കണ്ണൻ്റെ ഒരു ഫോട്ടോ വരച്ചു കൊടുത്തതുകൊണ്ട് ഈ കേരളത്തിലൊന്നും നടക്കൂല. ഇതിലും വലിയ ആഫീസ് സാറുമാർ കിടന്ന് കാണിച്ചിട്ടും ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഈ സ്ത്രീ ഒരു കണ്ണൻ്റെ ഫോട്ടോ വരച്ച് പ്രധാനമന്ത്രിയുടെ അടുത്തെത്തിയെന്നും പറഞ്ഞിട്ട് ഈ കേരളത്തിലുള്ള ജനങ്ങളെ മൊത്തം ഇങ്ങനെ ഉണ്ണാക്കന്മാരാക്കാൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമോ? എന്തുണ്ടാവുക? എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഇതിനൊരു മറുപടി പറയേണ്ടതെന്ന് പോലും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറത്തായി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊന്നും നമുക്ക് ഇങ്ങനെ കണ്ടു നിൽക്കാൻ എന്താ പറയുക, ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് അലറി വിളിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ? ഇപ്പം ഇതും ഒരു തരം എന്താ പറയുക ആളുകളിലേക്ക് എത്താനുള്ള ഒരു ഇതാണ്. പക്ഷെ അയാൾ പറഞ്ഞ മറുപടി എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അയാൾ കറക്റ്റാണ് പറഞ്ഞത്. നമ്മൾ കമൻ്റ് ഇട്ടു എന്ന് വെച്ചിട്ട് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ സ്ഥലത്ത് വന്നിട്ട് ആക്രമിക്കാനുള്ള റൈറ്റ്സ് ഒന്നും ഇവർക്കില്ല. ഇവർക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ ആക്രമിക്കാൻ വരാനുള്ള റൈറ്റ്സ് ഇവർക്കില്ല. കമൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചോ. ഒരു കമൻറ്റ് ഇട്ടു എന്നും പറഞ്ഞിട്ട് ഇവിടെ ആരെയും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് സ്പെഷ്യലി ഇവൾക്കൊക്കെ നല്ലത് ഇടണം എന്ന് ഇവള് ഷടിക്കുന്നത് എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ നല്ല കമൻറ്റ് വരണമെങ്കിലേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതായിരിക്കണം. നമ്മൾ ജനങ്ങൾക്ക് താല്പര്യപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വീഡിയോസിന് നല്ല രീതിയിലുള്ള കമൻറ്റ് വരും. ഇനിയിപ്പം എത്ര നല്ല രീതിയിൽ വീഡിയോ ചെയ്താലും നെഗറ്റീവ് കമൻറ്റ് വന്നിരിക്കും. അതിനൊന്നും നമ്മൾ കിടന്നിട്ട് വയലൻ്റായിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണൂർ ഒരു സ്ത്രീ ഇങ്ങനെ മയക്കുമരുന്നോ മദ്യമൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ബാറിൻ്റെ ഒക്കെ മുമ്പിൽ കിടന്നിട്ട് അഭ്യാസം കാണിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. നാട്ടുകാരോടും ആണുങ്ങളോടും അവൾ കയറിയിട്ട് കാണിക്കുന്ന പേര് ഞാൻ മറന്നുപോയി. അവളെയൊക്കെ ഇതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ജനങ്ങൾ. അതുപോലെ കൈകാര്യം ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രത്തോളം വയലൻ്റായിട്ടാണ് ഈ സ്ത്രീ. ഇതിപ്പോൾ ഒരു മാപ്പിള സ്ത്രീ പോയിട്ട് മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയി കാണുമ്പോൾ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും പല തരത്തിലാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്, വായിക്കുന്നത്, കമൻ്റ് ഇടുന്നത്. ഒന്നും പറയാൻ പറ്റൂല. ഒരു മാപ്പിള സ്ത്രീ പോയിട്ട് മുത്തപ്പൻ്റെ അമ്പലത്തിലായാലും ഗുരുവായൂരായാലും കയറി ഇറങ്ങിയിട്ട് മുത്തപ്പനെ ചോദിക്കാൻ നിങ്ങളാരാ എന്നും പറഞ്ഞ് ഹിന്ദുക്കളോട് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അല്ലേ? അതിനകത്ത് കുറേ വിശദീകരണം തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കലികാലാണ്. അനുഭവിക്കാനുള്ളത് പ്രവൃത്തിയിലൂടെ തന്നെ അനുഭവിച്ചേ തീരുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കർമ്മ എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ മെക്കെട്ട് കയറാനായിട്ട് ഇങ്ങനെ റസീനിയോ അങ്ങനെ എന്തോ ഒരു കണ്ണൂർ ഒരു സ്ത്രീ ഉണ്ട്. ഇതുപോലെ പലവട്ടം ജയിലിൽ പോലീസ് പിടിച്ചിട്ടുള്ളതാണ്. അവളിങ്ങനെ ആണുങ്ങളുടെ മെക്കെട്ട് കയറി നടക്കുന്ന ഒരു പെണ്ണാണ്. ആ കാറ്റഗറിയിൽ തന്നെയാണ് ഇവളെയൊക്കെ പെടുത്തേണ്ടത്. ജനങ്ങൾ കൈകാര്യം ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. റസീനേനൊക്കെ ജനങ്ങളല്ലേ കൈകാര്യം ചെയ്യുന്നത്. കുടിച്ചു വന്നിട്ട് ജനങ്ങളോട് ബഹളം വെക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതല്ലേ. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. ഇതും ഒരു നോർമലായിട്ടുള്ള ഒരു സ്ത്രീക്ക് എന്തായാലും ഇത്തരത്തിൽ ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കാനും ഇതാക്കാനും കഴിയൂല എന്നുള്ളൊരു കാര്യം അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിക്കൊണ്ട് ജനങ്ങളുടെ മെക്കിട്ട് കയറാൻ നടക്കുന്ന ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തോ ഒരു പോലെ തോന്നിയിട്ടാണ് ഞാനിതിന് ഉടനെ തന്നെ റിയാക്ഷൻ ചെയ്യുന്നത്. കമൻറ്റ് വേണ്ടേ? ഓഫാക്കിക്കോ. നെഗറ്റീവ് കമൻറ്റ് വേണ്ടേ? നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആളെ ബ്ലോക്ക് ആക്കിക്കോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ട്. പല തരത്തിലുള്ള പല സൈസിലുള്ള
ഈ മെസ്സഞ്ചറിൽ വരെ വരുന്ന കമൻറ്റ് ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളൊന്നും ഇതിൻ്റെ പുറകെ പോകും. നമുക്ക് നേരമില്ല, ഇതിനൊക്കെ നേരം ഉണ്ടായിട്ടാണല്ലോ പോകുന്നത്. അതുമാത്രമല്ല, നോർമലായിട്ടുള്ള ഒരു സ്ത്രീ ഒരിക്കലും ചെയ്യുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ഇവർ ചെയ്യുന്നത് മുഴുവൻ നോർമലായിട്ടുള്ള കാര്യങ്ങളല്ല, അബ് നോർമലാണ് ഇവർ. അത് ചിലപ്പോൾ ഈ കണ്ണൂക്കാരി റസീന പോലെയുള്ള ആളുകൾ ചിലപ്പോൾ കുടിച്ചിട്ടൊക്കെ അതുപോലെ ചെയ്യുന്നത്, ജനങ്ങളുടെ മെക്കിട്ടേറിയിട്ട് അവിടെ കിടന്ന് കാണിക്കുന്ന ആ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അപ്പം അത്തരത്തിലുള്ള ഏതെങ്കിലും ബ്രാൻഡിൻ്റെയൊക്കെ ഇതിലാവാം ചിലപ്പോൾ. അല്ലെങ്കിൽ ഒരു സ്ത്രീ പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ചോദിക്കാനും പറയാനും സ്ത്രീകൾ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അതിനൊക്കെ നേരം ഉണ്ടാവുള്ളൂ. സ്ത്രീകളാകുമ്പോൾ കുറച്ച് അടുക്കോ ഒതുക്കോ ഒക്കെ വേണം. അതില്ലാത്തവരൊക്കെ എന്താ ചെയ്യല്ലേ? അത്രയേ ഉള്ളൂ. കഞ്ചാവാണോ MDMA ആണോ ഇനി ഏതാണാവോ അടിച്ച ബ്രാൻഡ്? കമൻ്റ് ഇട്ടിട്ടും അസാമി അടിപൊളിയായിട്ട് വർത്താനം പറഞ്ഞു. അതിനൊരു ഇതില്ല. അയാൾ ഇവൾക്കുള്ള നല്ല കറക്റ്റ് മറുപടി തന്നെയാണ് കേട്ടോ പറഞ്ഞത്. വലിയ ഇതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വീഡിയോകൾ ചെയ്തിറക്കുന്നുണ്ടെങ്കിലും ഒക്കെ ഇവൾക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവൾക്ക് ഇത്തരം നെഗറ്റീവ് കമൻറ്റുകളും വരുന്നത്. ആദ്യം എന്ത് തരം വീഡിയോ ചെയ്യണമെന്ന് ആദ്യം തീരുമാനിക്കുക. പല തരത്തിൽ പല സൈസിൽ ഇതുപോലെ കോപ്രായം കാണിക്കാൻ പോയാൽ ഇതുപോലത്തെ കമൻറ്റ് വരും. ഇതുപോലെ കിടന്ന് നെട്ടോട്ട് ഓടിയിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ആസാമി കമൻ്റ് ഇട്ട ആസാമിയുടെ മറുപടി അച്ചട്ട് കിടുക്കൻ, ഒന്നും പറയാനില്ല. കിടുക്കാച്ചി കമൻറ്റ്, കിടുക്കാച്ചി മറുപടി, അത്രേ ഉള്ളൂ. ചാച്ചി വെറുതെ ചെന്നിട്ട് അവിടെ ഏത് ബ്രാൻഡാണോ അടിച്ചിട്ട് അവിടെ ബഹളം വെച്ചത് മിച്ചം. കഞ്ചാവാണോ MDMA ആണോ ഏത് ബ്രാൻഡാണോ ആവോ, അത്രത്തോളം വൈലൻ്റാണ് സുഹൃത്തുക്കളെ. വെറുതെ തൊണ്ട കീറിയത് മിച്ചം.